ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം അല്പമായിട്ട് ചിന്തിപ്പാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം ആരംഭിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് നടക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഈ ചിന്തയിലേക്ക്, ഇന്നത്തെ മോർണിംഗ് ഡിവോഷനിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം നേരത്തെയുള്ള വാർത്തകളോ എന്ന തലക്കെട്ടോടുകൂടി ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരിൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുമരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഇന്ന് അനേക മനുഷ്യർ ലോകത്തെമ്പാടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും വിട്ടൊഴിയാതെ അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജാതകങ്ങൾ എഴുതുകയും അത് പഠിക്കുകയും നാളെ നോക്കുകയും വാരഫലത്തിലൂടെയും ആഴ്ചപ്പതിപ്പുകളിലൂടെ വരുന്ന നാളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും വായിച്ച് അതിൽ ആശ്വാസം കാണുന്നവരും പ്രതീക്ഷ അർപ്പിക്കുന്നവരും അത് ദിനംതോറും അതിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ട്. അത് എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിലും ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന മുന്നറിയിപ്പ് നാം ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ പോവുകയോ അവരാൽ നാം അശുദ്ധരായി തീരുവാൻ ഉള്ള അവസരം കൊടുക്കുകയോ ചെയ്യാതെ നമ്മെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന, വഴി നടത്തുന്ന ദൈവത്തെ അറിയുകയും ദൈവവചനം പഠിക്കുകയും ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത് ഏറ്റവും കരണീയമായ, ഏറ്റവും അഭിലഷണീയമായ, ഏറ്റവും ഒരു നല്ല മാതൃകാപരമായ കാര്യമാകുന്നു എന്ന് ധാരാളം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ജാതകം നോക്കുന്നവരും നാളെ നോക്കുന്നവരും വാരഫലം നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇത് ശരിയാകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ എത്രയോ വിഭിന്നമായിട്ടുള്ള അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നാം ഇന്ന് ഈ ലോകത്ത് നേരിടുന്ന, നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന എത്രയോ പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ നമുക്ക് ഒഴിവാക്കുവാനും നമുക്ക് സുഖമായും സ്വസ്ഥമായും സമാധാനമായും സുരക്ഷിതമായും ജീവിക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ ദൈവം പല സന്ദർഭങ്ങളായിട്ട് പ്രവാചകന്മാരെ വിളിച്ച് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അവരെ ഉപദേശിച്ചിട്ടുണ്ട്, അവർ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്തിയിട്ടുണ്ട്, അവർ എങ്ങനെ ജീവിക്കണം, അവരെന്ത് അനുസരിക്കണം, അവരെന്ത് പാലിക്കണം എന്ന് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പ്രവാചകന്മാർ എന്ന് പറയുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് മാത്രം ജനത്തെ നയിച്ചിരുന്ന വ്യക്തികളല്ല.
പലപ്പോഴും രാജാക്കന്മാർ അടക്കമുള്ള വ്യക്തികളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും ആ തെറ്റുകളെ അവരുടെ മുഖത്ത് നോക്കി പറയുവാനും ദൈവം നിയോഗിച്ചിട്ടുള്ള വ്യക്തികളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ മോശയെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ മോശയെ ദൈവം പ്രവാചകനായിട്ട് വിളിക്കുമ്പോൾ അത് ഇസ്രായേൽ ജനത്തിന് പ്രവാചകനായിട്ട് മോശയെ കൊടുക്കുന്നതിനുപരിയായിട്ട് ഫറവോന് വേണ്ടിയാണ് മോശയെ ഒരു പ്രവാചകനായിട്ട് ദൈവം എടുത്തതും മോശയെ ഉപയോഗിച്ചതും. കാരണം ദൈവജനത്തെ എത്രമാത്രം പീഡിപ്പിക്കുവാനും അവരെ ദണ്ഡിപ്പിക്കുവാനും അവരെ ശിക്ഷിക്കുവാനും അവരെ ദുരിതം അനുഭവിക്കുവാനും വിട്ടുകൊടുത്തുകൊണ്ട് താൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് മോശ. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ നാം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 1948 ഒരു പരീക്ഷണം നടന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, വ്യത്യസ്ത ജനന തീയതികളുള്ള ചില വ്യക്തികൾക്ക് ഒരേ ജാതകം കൊടുത്തിട്ട് ആ ജാതകം പരിശോധിച്ച ആധികാരികമായിട്ടുള്ള അതിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് അത് അവരുടെ ജാതകം എല്ലാം ശരിയാവുന്നു എന്നാണ്. അപ്പം അതിൽ മാത്രം അത്ര നിരർത്ഥകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ അനുശാസിക്കുന്ന തരത്തിൽ നാം ഒരിക്കലും ഇങ്ങനെയുള്ള വെളിച്ചപ്പാടന്മാരുടെയോ മന്ത്രവാദികളുടെയോ അല്ലെങ്കിൽ കൈനോട്ടക്കാരുടെയോ മഷിനോട്ടക്കാരുടെയോ അടുക്കൽ പോവുക എന്ന് പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നാം ഏത് സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് നാം ഇത്തരം ഒരു പ്രവൃത്തിക്ക് പോകുന്നത്. അതുകൊണ്ട് നാം അവരെ അശുദ്ധരാകരുത് എന്ന് ദൈവം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അശുദ്ധിയുടെ പ്രവൃത്തിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളല്ല, അവരുടെ അഭിപ്രായങ്ങളല്ല, അവർക്ക് മുന്നമേ കിട്ടുന്ന അറിവുകളല്ല, അല്ലെ അവർ പറയുന്ന കാര്യങ്ങളല്ല. അതിലുപരിയായിട്ട് ബുദ്ധിയോടും ജ്ഞാനത്തോടും ചിന്തിക്കുന്ന തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ അനുഭവവും അവരുടെ കഴിവും അവരുടെ ബുദ്ധിശക്തിയും അവരുടെ ആലോചന ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ലോകം നിയന്ത്രിക്കപ്പെടുകയും അല്ലെങ്കിൽ ലോകം നയിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാതെ, ഇത്തരം പ്രവൃത്തികളിൽ നാം കൂട്ടാളികളാകാതെ, അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ആലോചന പറഞ്ഞു തന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ വിടുവിച്ചുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും നമ്മുടെ പ്രഭാതം മുതൽ അതുപോലെ സന്ധ്യ വരെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആ ദൈവം നമ്മളെ നടത്തുവാനും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ദൈവം ചെയ്ത നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് ഒരു ദിവസം ദൈവം നമ്മളെ വഴി നടത്തിയ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആ ദിവസം അവസാനിപ്പിച്ച് നാം ഉറങ്ങാൻ പോകുന്നുവെങ്കിൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി ഉണരുവാനും ആ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അടിയങ്ങൾ കർത്താവ് ചിന്തിച്ചതുപോലെ ഈ ലോകത്തിൽ നിരവധി വ്യക്തികൾ, നിരവധി ആശയങ്ങൾ, നിരവധി പഠിപ്പിക്കലുകൾ ദൈവവചനത്തിനും ദൈവത്തിനും എതിരായിട്ടുണ്ട് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത്തരം പ്രവർത്തനങ്ങളിൽ അടിയങ്ങൾ ഏർപ്പെടാതെ, അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട അടിയങ്ങളെ അശുദ്ധരാക്കാതെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന രീതിയിൽ, അനുശാസിക്കുന്ന രീതിയിൽ, പഠിപ്പിക്കുന്ന രീതിയിൽ അടിയങ്ങൾ ജീവിപ്പാനും ദൈവത്തെ മാനിക്കുവാനും ദൈവത്തെ വിശ്വസിപ്പാനും തങ്ങളുടേതായ സകല ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സ്ഥലം സമർപ്പിച്ചുകൊണ്ട് ദൈവം നയിക്കുന്നത് പോലെ നടത്തപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഒരിക്കലും സഹായിക്കുകയും ചെയ്യും. അടിയങ്ങളെ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളാലും അവിടുന്ന് വഴി നടത്തുകയും ചെയ്യണമേ. ഈ ആലോചനയിൽ, ഈ ചിന്തയിൽ ഭാഗവക്കാവുന്ന, ശ്രവിക്കുന്ന, മനസ്സിലാക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണം, പരിപാലിക്കണം, മാനവമൊത്തം അവിടുന്ന് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുന്നു. കൃപ നല്ല ദൈവമേ.